എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കുണ്ടായ മുറിവ് ഏതു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കണം, ആ മുറിവ് ഈശോക്കറിയാം. ഈശോക്കറിയാം, ഈശോക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടല്ലോ ഒറ്റപ്പെട്ട അവസ്ഥയാണെന്ന്. ഈശോയെ പോലെ ഒറ്റപ്പെട്ട വേറൊരു മനുഷ്യനുണ്ടോ? ഈ ഭൂമിയിൽ എല്ലാം നന്മ സ്നേഹം മാത്രം കൊടുത്തിട്ട് അത്രമേൽ ഒറ്റപ്പെട്ടവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുന്നു, എന്നെക്കുറിച്ച് മറ്റുള്ളവർ അപവാദം പറയുന്നു, ഞാൻ നന്മ ചെയ്തിട്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് തിന്മ പറയുന്നു, ചിന്തിക്കുന്നുണ്ടാവും. നീ ഓർക്കണം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഈശോയെ കുറിച്ച് എന്തോരം അപവാദമാണോ, എന്തോരം അപവാദം. ഒരുപക്ഷെ നിന്നെ ചതിക്കാനും നിന്റെ ജീവിതത്തെ നിന്നെ വിഷമിപ്പിക്കാനും നിന്നെ നശിപ്പിക്കാനും ചിലർ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ നോക്കേണ്ട മുഖം ആരുടെയാ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. കാരണം ഈശോയെ കല്ലെറിയാൻ ജനം കല്ലെടുത്തതാണ്. ഈശോയെ കല്ലെറിയാൻ അവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. നിന്നെക്കുറിച്ച് ഒരുപക്ഷെ നിന്റെ വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവൻ, മണ്ടൻ, പൊട്ടൻ ആയിക്കോട്ടെ. ഈശോയിലേക്ക് നോക്കണം. ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടവനാണ് ഈശോ. നീ ഒരുപക്ഷെ പറയും ദാരിദ്ര്യത്തിന്റെ കണക്ക് പറയുമല്ലോ, ദാരിദ്ര്യത്തിന്റെ കണക്ക്. ഈശോ സഹിച്ചതുപോലെ ദാരിദ്ര്യം നീ കണ്ടിട്ടുണ്ടോ? നീ ഒരുപക്ഷെ പറയും എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, എനിക്ക് കുടുംബ സ്വത്തില്ല. നീ ചിന്തിക്കൂ, ഈശോ കടന്നുപോയതുപോലെ ഒരു ദാരിദ്ര്യം നീ കണ്ടിട്ടുണ്ടോ? കാരിത്തൊഴുത്തിൽ കാരികളുടെ മധ്യത്തിൽ പിറന്നവൻ, തലചായ്ക്കാൻ ഒരിടമില്ലാതെ ജീവിക്കേണ്ടി വന്നവൻ, ജീവിതത്തിൽ എന്നും പലായനങ്ങൾ മാത്രമുള്ളവൻ, യാത്രകൾ മാത്രം എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും മാനസികമായിട്ട് അത്രയും വലിയ ഞെരുക്കം. ഗെത്സമിൻ തോട്ടത്തിൽ കിടന്ന് ഈശോ സഹിച്ച മാനസിക ദുരിതം അതറിയണമെങ്കിൽ ലൂക്കാ സുവിശേഷം എടുത്ത് വായിച്ചാൽ മതി. എഴുതി വെച്ചിട്ടുണ്ട്, രക്തം വിയർത്തുന്നു. എന്ത് വിയർത്തുന്നു? രക്തം വിയർത്തുന്നു. രക്തം വിയർപ്പ് തുള്ളികളായിട്ട് വീണതിന്റെ അർത്ഥം എന്താ? ഉള്ളിന്റെ ഉള്ളിൽ അത്രയും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികളിലൂടെ രക്തമാണ് വമിക്കുന്നത്. കാരണം അവന്റെ ഉള്ളിൽ അത്രയും വലിയൊരു മാനസിക സംഘർഷമുണ്ട്. നീ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? നീ ഒരുപക്ഷെ പറയും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. നീ യേശുവിലേക്ക് നോക്കൂ. സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 34:5 എന്താണ് വചനം? അവനെ നോക്കിയവർ പ്രകാശിതരായി. പലതരം ഉയർത്തി പറഞ്ഞേ, അവനെ നോക്കിയവർ പ്രകാശിതരായി. ആരെ നോക്കിയവർ? യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി.